സുമസാറാണ്. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടി മീൻസ് റെഗുലർ പഠിക്കുന്നവർക്കും അതേപോലെ ഇംപ്രൂവ് ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റൻസുകളൊക്കെ കാണുമ്പോൾ ആദ്യം ഒന്ന് ചെയ്യാനൊന്നും മടിക്കും, പക്ഷെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈസി ആവും. ക്വസ്റ്റനൊക്കെ ഇങ്ങനത്തേത് വേണം ഇനി നിങ്ങൾ പഠിക്കാൻ. അല്ല കൊച്ചു ചോദ്യങ്ങൾ, എളുപ്പമുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ഒരു സെലക്ഷൻ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പ്രത്യേകിച്ച്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇത്തിരിയൊക്കെ സോളിഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ പഠിക്കണം. ഓക്കെ, ക്വസ്റ്റൻ എല്ലാവരും വായിച്ചു നോക്കി. ഇത് ചാപ്റ്ററിലൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? R = ഏതാ റിലേഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, R is a set of all AB such that 2A plus B = 10. A, B element of n. N means natural numbers. Okay, write the relation. അതുപോലെ ഡൊമൈൻ എഴുതണം, റേഞ്ച് എഴുതണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനത്തേത് പഠിക്കുന്നതിനുള്ള പ്രയോജനം ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റൻ വന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ ഒരു കണ്ടീഷൻ കണ്ടോ മോനെ, എയും ബിയും നമ്മുടെ നാച്ചുറൽ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ എയ്ക്കും ബിക്കും കൊടുക്കേണ്ടത് നാച്ചുറൽ നമ്പർ അല്ലാതെ ഫ്രാക്ഷൻ കൊടുക്കരുത്, ഡെസിമൽ കൊടുക്കരുത്, നെഗറ്റീവ് നമ്പർ കൊടുക്കരുത്. അതുപോലെ എയ്ക്ക് വാല്യൂ കൊടുത്ത് ബിയെ കണ്ടുപിടിച്ചാലും ബിക്ക് വാല്യൂ കൊടുത്ത് എയെ കണ്ടുപിടിച്ചാലും അത് നാച്ചുറൽ നമ്പറിലെ തന്നെ ആയിരിക്കണം. രണ്ടുകൂടെ തന്നെ ഇതിന്റെ കണ്ടീഷൻ കണ്ടോ, ഇത് നമ്മൾ കൂട്ടുമ്പോൾ 10 വരെ വരാവുള്ളൂ. അത് ഇഷ്ടമുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. ഓക്കെ, ഇതൊക്കെ വെച്ചുകൊണ്ട് വളരെ ഈസിയാണ്, നോക്കിക്കോണേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2A + B = 10 എന്ന് എഴുതിക്കൊണ്ട് അവിടുന്ന് ഏതെങ്കിലും ഒരാൾ = എന്ന് എഴുതണം. ഒന്നുകിൽ എ അല്ലെങ്കിൽ ആരാ ബി. ഇവിടെ ബി ആണ് നല്ലത്, കാരണം 2A എഴുതി കഴിഞ്ഞാൽ പിന്നെ 2 അപ്പുറത്ത് ഡിവൈഡ് ഒക്കെ ആവും. അതുകൊണ്ട് ബി ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. B = 10 - 2A അങ്ങനെ എഴുതുമ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇവിടെ നമുക്കിനി എയ്ക്ക് അങ്ങോട്ട് വാല്യൂ കൊടുക്കാൻ പോവാണേ. എയ്ക്ക് വാല്യൂ കൊടുക്കുന്നത് നമ്മുടെ നാച്ചുറൽ ഫസ്റ്റ് ആണ് കൊടുക്കണം, 1 അല്ലോ. 1നെ കൊടുത്തു തുടങ്ങണം. ഈ എയുടെ സ്ഥാനത്ത് 1 കൊടുക്കണം, ഇത് തോന്നിക്കണം. അതാണ് പ്രശ്നം കേട്ടോ. പറയുമ്പോ ഈസിയാ, എയ്ക്ക് 1 കൊടുക്കാം, ഇപ്പൊ കൊടുക്കാം, പക്ഷെ 1 കൊടുക്കണമെന്നുള്ളത് തോന്നുന്നതാണ് പ്രശ്നം. നാച്ചുറൽ നമ്പർ ആണ്, നാച്ചുറൽ നമ്പർ അപ്പൊ 1 തുടങ്ങാം. ഓക്കെ, അപ്പൊ ബിയുടെ വാല്യൂ ആ സമയത്ത് എത്ര കിട്ടും നോക്കിക്കേ, 10 - 2 × 1. എയ്ക്ക് 1 കൊടുത്താൽ 2A, 2 × 1 that is 10 - 2 8. അപ്പൊ നമുക്ക് ഒരു ഓർഡേർഡ് പെയർ കിട്ടി, 1, അരമനെ 8. ഇനി എയ്ക്ക് 2 കൊടുക്കണം. എയ്ക്ക് 2 കൊടുത്താൽ എന്റെ എ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. ഈ എയുടെ പ്ലേസിൽ 2 എന്ന് കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ 10 - 2 × 2. എയുടെ സ്ഥാനത്ത് 2 ആണ്, ഇപ്പൊ 2 × 2 എത്ര മനെ 4 എന്നങ്ങ് എഴുതിക്കോട്ടെ. അപ്പൊ ആൻസർ ആരെ കിട്ടുന്നത് 6 ആണ് അല്ലേ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓർഡേർഡ് പെയർ കിട്ടിയത് 2, 6. അടുത്ത വാല്യൂ എയുടെ വാല്യൂ 3 കൊടുക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കൊടുത്തോണ്ടിരുന്നാൽ എന്തുവാ സംഭവിക്കുന്നത് അല്ലേ, നോക്കണം. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ 3 ആകുമ്പോൾ ബിയുടെ വാല്യൂ നോക്കിക്കേ, 10 - 2 × 3 എത്ര മോനെ 6 ആണ് അല്ലേ. ആൻസർ കിട്ടുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3 കൊടുത്തപ്പോൾ 4 കിട്ടി. ഓക്കെ, അടുത്തത് എയുടെ വാല്യൂ 4 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. എയുടെ വാല്യൂ 4 കൊടുത്താൽ B = 10 - 2 × 4 that is 10 - 8. ആൻസർ ആരെ കിട്ടി 2. ബട്ട് 4 കൊടുത്തപ്പോൾ 2 കിട്ടി. ഇനി അടുത്ത 5. A = 5. 5 കൊടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്, B = 10 - 2 × 5. 2 × 5 എത്ര മോനെ 10. 0. ഇത് പറ്റത്തില്ല. എന്താണ് ഇത് പറ്റാത്തത്? B = 0. 0 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. എയും ബിയും നാച്ചുറൽ നമ്പറിലായിരിക്കണം. ആ കുടുംബത്തെ വിട്ടുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പൊ കിട്ടുന്ന ബിയുടെ വാല്യൂ 0. അപ്പൊ എയ്ക്ക് 5 കൊടുക്കരുത്, കാരണം ബിയുടെ വാല്യൂ നമുക്ക് നാച്ചുറൽ നമ്പർ അല്ല. പക്ഷെ 4 വരെ കൊടുത്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇനി 6 കൊടുത്താലെന്നോ കുഴപ്പം. 6 ഒന്ന് കൊടുത്തു നോക്കിക്കുക. അടുത്ത നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 5 വരെ 6 കൊടുത്തപ്പോൾ 10 - 2 × 6. What is 2 × 6? 12. 10 - 12 -2. അതും നമ്മുടെ നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അപ്പൊ ഇനി അങ്ങോട്ട് കൊടുക്കേണ്ടത് തീർന്നു. അപ്പൊ കൊടുക്കാൻ പറ്റുന്നവരെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ റിലേഷൻ എഴുതുമ്പോൾ R = ഫസ്റ്റ് കിട്ടിയ എത്ര മോനെ 1, 8. ഓക്കെ, രണ്ടാമത് കിട്ടിയത് 2, 6. അടുത്ത 3, 4. അടുത്ത 4, 2. അടുത്തത് കിട്ടിയില്ല, 5 കൊടുത്തപ്പോൾ 0. വേണ്ട. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഇതിങ്ങനെ ഒരാൾ ചെയ്ത് കാണിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഇത് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ എന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസുകളോ എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞേക്കാം, നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സിനെ അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിച്ചെടുക്കാം. ക്വസ്റ്റ്യൻസുകളും ആൻസറും തരും, ക്ലാസ്സുകൾ തരും, റിവിഷൻ ക്ലാസ് തരും, ക്വസ്റ്റ്യൻ പാക്കേജ് തരും, ഇക്വേഷൻ ബുക്കിലേറ്റ് തരും, എല്ലാം തരും. എല്ലാ
പ്രിപ്പറേഷനിലൂടെ ആയിരിക്കണം നമുക്ക് എക്സാമിന് എത്തുന്നത്. നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തേണ്ട, നമ്മൾ തന്നെ തരും. അത് വെച്ച് ഓർഡറിലൊക്കെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അതിനുവേണ്ടി താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ഇനി എന്താ പറയുക, ഡൊമൈൻ അല്ലയോ? ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇതിനുള്ള ഫസ്റ്റ് 1 2 3 തീർന്നു, 4. ഓക്കെ, നെക്സ്റ്റ് എത്ര മോനെ? റേഞ്ച് സെക്കൻഡ് നമ്പേഴ്സ് 8 6 4 2 തീർന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കോ ചിലപ്പോൾ 4 മാർക്ക് വരെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടില്ലാതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ ഇല്ലെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.